ക്ലോക്കിൽ 7 മണിയടിക്കാൻ 18 സെക്കൻഡ് എടുത്തു. 9 മണിയടിക്കാൻ എത്ര സെക്കൻഡ് വേണം? ക്ലോക്കിൽ 7 മണിയടിക്കാൻ 18 സെക്കൻഡാണ്. 7 മണിയടിക്കാൻ 1, 2, 3, 4, 5, 6, 7. 7 മണിയടിക്കുമ്പോൾ ഇവിടെ 1, 2, 3, 4, 5, 6. 7 മണിയടിക്കുമ്പോൾ 6 ഇടവേളകളാണ് ഉള്ളത്. 7 മണിയടിക്കുമ്പോൾ 6 ഇടവേളകൾ. 7 മണിയടിക്കുമ്പോൾ 6 ഇടവേളകൾ. 7 മണിയടിക്കാൻ 18 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 6 ഇടവേളകൾക്കാണ് ഈ 18 സെക്കൻഡ്. 6 ഇടവേളകൾക്ക് 18 സെക്കൻഡ്. 6 ഇടവേളകൾക്ക് 18 സെക്കൻഡ് ആണെങ്കിൽ ഒരു ഇടവേളയ്ക്ക് 18/6. 18/6 എത്ര വരും? 3 സെക്കൻഡ്. നമുക്ക് എന്ത് കിട്ടി? ഒരു ഇടവേളയ്ക്ക് വേണ്ട സമയം കിട്ടി 3 സെക്കൻഡ്. ഇനി അടുത്തത് 9 മണിയടിക്കാൻ. 9 മണിയടിക്കുമ്പോൾ നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8. 8 ഇടവേളയാണ്. 9 മണിയടിക്കുമ്പോൾ 8 ഇടവേള. 9 മണിയടിക്കുമ്പോൾ 8 ഇടവേളകൾ. ഒരു ഇടവേളയുടെ സമയം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് 3 സെക്കൻഡാണ്. ആയതുകൊണ്ട് ഇവിടെ എത്ര ഇടവേളയാണ്? 8 ഇടവേളയ്ക്ക്. ഒരു ഇടവേളയ്ക്ക് 3 സെക്കൻഡ്. 8 ഇടവേളയ്ക്ക് 8 × 3 24 സെക്കൻഡ്. ഇതാണ് ഉത്തരം. 9 മണിയടിക്കാൻ എത്ര സെക്കൻഡ് വേണം? 9 മണിയടിക്കാൻ 24 സെക്കൻഡ് വേണം. ഇതാണ് ശരിയായ രീതി. ഇതിനുള്ള എളുപ്പ വഴി നമുക്കൊരു സൂത്രവാക്യം ഉപയോഗിക്കാം. n2 - 1 n1 - 1 × t. n2 രണ്ടാമത്തെ എണ്ണം, n1 ആദ്യത്തെ എണ്ണം, t സമയം. ഇവിടെ 2 എണ്ണങ്ങളുണ്ട്. 7 മണി, 9 മണി. n2 പറഞ്ഞ രണ്ടാമത്തെ എണ്ണം ഏതാ? 9. അപ്പോൾ 9 - 1. 9 - 1 n1 ആദ്യത്തെ എണ്ണം. ആദ്യത്തെ എത്ര? 7. അപ്പോൾ n1 - 1 7 - 1 × സമയം. ഒരു സമയം തന്നിട്ടുണ്ടാവും. എത്രയാണ്? 18 സെക്കൻഡ്. അപ്പോൾ ടിക്ക് പകരം 18. 9 1 കുറച്ചാൽ 8/7 കുറച്ചാൽ 6 × 18. ഇത് വെട്ടിച്ചുരുക്കുമ്പോൾ നമുക്ക് 3 എന്ന് വരും. 3 6 18. 8 × 3 ഉത്തരം 24 സെക്കൻഡ്.